children, welcome back to my channel LKLS Star Maths Class. In arithmetic progression exercise 5.2 ഫസ്റ്റ് വൺ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മീൻസ് അതൊരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ ചിലതൊക്കെ മിസ്സിംഗ് ആണ്. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കണ്ടോ, fill in the blanks in the following table given that a is the first term and d the common difference and a and the nth term of the AP. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേബിളിൽ ഇവിടെ ഫസ്റ്റ് വണ്ണിൽ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ എ തന്നിട്ടുണ്ട് 7, ദെൻ ഡി തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഡാഷാണ്. സോ എ എൻ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പല ഒരു 5 ക്വസ്റ്റ്യൻ ഈ സെക്ഷനിലുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ nth ടേം ഓഫ് ആൻ AP നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ nth ടേം കണ്ടെത്താനുള്ള ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി, നമുക്കത് നോക്കാം. കണ്ടോ, അത് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എല്ലാം ഉണ്ടല്ലേ. ഇതാ എ ഉണ്ട്. എ എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ടേം. സോറി, അത് ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ എ എൻ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കണ്ടോ 7 ആണ്. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് 7 എഴുതാം. പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ എൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 8 ഉണ്ട്. സോ 8 മൈനസ് 1 ബ്രാക്കറ്റ് ഇട്ടു. ദെൻ ഡി. ഡി ആരുടെ? 3 ആണ്. ക്ലിയർ ആയില്ലോ. ഇനി നോക്ക്, എ എൻ ഈക്വൽ ടു 7 പ്ലസ് 8 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 ഇൻറ്റു 3. കണ്ടോ, അപ്പോൾ നമുക്ക് എഴുതാം എ എൻ ഈക്വൽ ടു 7 പ്ലസ് 7 3 സാർ എത്രയാ? 21. Therefore a n equal to what? 7 plus 21 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 28 കിട്ടും. ക്ലിയർ ആയല്ലോ. നല്ല എളുപ്പമുള്ള പ്രോബ്ലം. ഇത് nth ടേം ഓഫ് ആൻ AP. അതിൻ്റെ കൂടെ എന്താണ്? എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഒരു ഫോർമുലയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? nth ടേം കാണാനുള്ള ഫോർമുലയാണിത്. സോ അതിനകത്ത് നമ്മൾ എ എൻ എന്ന് എഴുതി. എ ഇവിടെ തന്നിട്ടുണ്ട് 7 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി മീൻസ് എൻ 8 ആണ്, മൈനസ് 1 ദെൻ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇൻറ്റു 3 ആണ്. സോ എ എൻ ഇസ് ഈക്വൽ ടു 7 പ്ലസ് 7 ഇൻറ്റു 3. കണ്ടോ, എ എൻ ഇസ് ഈക്വൽ ടു 7 പ്ലസ് 7 3 21. എ എൻ ഈക്വൽ ടു 28. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എ തന്നിട്ടുണ്ട്, എന്താണ്? -18 തന്നിട്ടുണ്ട്. ദെൻ ഡി നമുക്ക് തന്നിട്ടില്ല, അവിടെ ഡാഷാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ എൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. ദെൻ എ എൻ നമുക്ക് 0 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ആ ടേബിളിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതാ കാണിച്ചു തരാം. കണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, -18 ദെൻ ഡാഷ് ദെൻ 10 ദെൻ 0. എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഇത് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പോൾ നമുക്ക് എ എൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ ഇവിടെ 0. സോ 0 ഈക്വൽ ടു എ എന്ന് പറയുന്ന ആൾ ആരാണ്? -18 പ്ലസ് എൻ മൈനസ് 1. എൻ മൈനസ് 1 മീൻസ് 10 മൈനസ് 1 ഇൻറ്റു ഡി തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ എഴുതിക്കൂടെ? ക്ലിയർ ആയില്ലേ? ഇത് കണ്ടോ. അപ്പോൾ ആ ഫോർമുല അനുസരിച്ചിട്ട് എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 0 എഴുതാം. ഈ ഡിജിറ്റിനെ നമുക്ക് ഇപ്പറേക്ക് ഈക്വലിൻ്റെ ഇപ്പറേക്ക് കൊണ്ടുവരാം. ഏതാ? -18. സോ അത് വരുമ്പോൾ എന്തായി? +18 ആയി അല്ലേ. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ക്ലിയർ ആയില്ലേ? ഇനി എന്ത് കൊടുക്കുക? അപ്പോൾ ഇതിനെ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതൊരു സെക്ഷനാണ്, അതോടെ കിടന്നോട്ടെ. ഇതിന് നമ്മൾക്ക് ഈക്വലിൻ്റെ ഇപ്പറേക്ക് കൊണ്ടുവന്നു. -18 ആണ്, അത് +18 ആയി. ദെൻ പുട്ട് ദിസ് ഈക്വൽ 0. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ ഉള്ളത്? 10 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 9 ഡി എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ 0 + 18 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 18 ആണ്. സോ 18 ഈക്വൽ ടു 9 ഡി കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിനി ഈ ഡിജിറ്റ്സിനെ ഇപ്പറേക്ക് ഈ ഡിജിറ്റിനെ അല്ലേ, 9 എന്നുള്ള 9 ഇൻറ്റു ഡി എന്നാണ്. സോ അതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡിവിഷനല്ലേ വരിക. സോ 8 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു ഡി കിട്ടി. ഇനി ഈ 9 ഇതിൽ എത്ര ടൈംസാണ് പോവുക? 2 ഈക്വൽ ടു ഡി. അപ്പോൾ ഡി എന്ന് പറഞ്ഞ ആളാരാ നമുക്ക് കിട്ടിയത്? 2 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, കണ്ടോ, ഇവിടെ ഡി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഡി നമ്മൾ കണ്ടെത്തി. എത്രയാണ് നമുക്ക് കിട്ടിയത്? ഡി ആണ്. സോറി 2 ആണ്. ഓക്കെ, ദെൻ ലെറ്റ് us മൂവ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ,
സി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എയിൽ നോക്കിക്കേ, തേർഡിൽ എ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, അവിടെ ഡാഷാണ് അല്ലേ. സോ അവിടെ നമുക്ക് ഡാഷാണ് തന്നിട്ടുള്ളത്. ദെൻ ഡിയിൽ എന്താ തന്നിട്ടുള്ളത്? -3 തന്നിട്ടുണ്ട്. സോ എന്നിൽ എന്താണ് തന്നിട്ടുള്ളത്? 18 തന്നു. ദെൻ നമുക്ക് ഏതാ തന്നിട്ടുള്ളത്? എൻ എന്താ തന്നിട്ടുള്ളത്? -5. സോ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി കേട്ടോ. പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ എന്താണ്? എ ഡാഷാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഫോമുല എന്താണ്? AN = A + n - 1 × D ആയിരുന്നു നമ്മുടെ ഫോമുല. അപ്പോൾ നമ്മൾക്ക് എന്ത് കൊടുക്കാം? എൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ എന്ത് കൊടുക്കാം? -5 = എ നമുക്കില്ലല്ലോ. സോ നമുക്കവിടെ എ തന്നെ കൊടുക്കുക. +n - 1 ഉണ്ടല്ലേ. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 - 1. ദെൻ ഡി എന്ന് പറഞ്ഞാൽ -3 ആണ്. ക്ലിയർ ആയില്ലേ? സോ -5 = എ നമുക്കറിയില്ല. എ അങ്ങനെ തന്നെ എഴുതുക. 18 - 1 എന്ത് വരും? 17 വരും. ദെൻ ഇൻറ്റു -3 വരും. ക്ലിയർ ആയല്ലോ? ഇനി -5 = A + ഇതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ബോർഡ് മാത്സ് സ്കൂൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആദ്യം ഇതായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? 17 × 3 ചെയ്യുക അല്ലേ. 7 3s are 21, ബാലൻസ് 2, 1 × 3, 3 + 2 5. ബട്ട് ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ആൻസറിനും എന്ത് വരും? നെഗറ്റീവ് വരും. സോ ഇവിടെ എന്താണ്? -51 ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി എഴുതാം. -5 = A - 51 എന്ന് എഴുതാം. കണ്ടോ? ഇനി ഇവിടെ ഡിജിറ്റും വേരിയബിളും കൂടെ അല്ലേ വന്നിരിക്കുന്നുണ്ട്. ഈ ഡിജിറ്റിനെ നമുക്ക് ഇപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. സോ -5 ഇത് ഇപ്പുറേക്ക് വന്നപ്പോൾ എന്തൊക്കെയായി? +51 = A ആയി. ഇനി ഇത് നോക്കിയാൽ നെഗറ്റീവും പോസിറ്റീവും കൂടെ വന്നാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. സോ ഇതിൽ നിന്ന് എത്രയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? നമുക്ക് 51ൽ നിന്ന് നമുക്ക് 5 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 46 കിട്ടും. കറക്റ്റ് അല്ലേ? 46 = A. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 46. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്കിവിടെ എന്തായിരുന്നു? തേർഡിൽ ക്വസ്റ്റ്യൻ മിസ്സിങ് ചെയ്തിട്ടുള്ള എ ആയിരുന്നു. അപ്പോൾ എ എത്രയായിരുന്നു? 46. ക്ലിയർ ആയല്ലോ? എല്ലാം സെയിം ഈക്വേഷനാണ്. എന്നാൽ നമുക്ക് ഫോർത്തിലേക്ക് കിടക്കാം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ നോക്കിക്കുക എന്തൊക്കെയാണ് വരുന്നതെന്ന്. അതായത് എ എന്ന് പറയുന്നത് -18.9 കണ്ടോ? ഇവിടെ കണ്ടോ? അതായത് -18.9 ആണ് എ എന്ന് പറയുന്നത്. ഇനി ഡി എന്ന് പറയുന്നത് ആരാണ്? 2.5 ആണ്. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? n ആണ് അല്ലേ. പക്ഷേ n അവിടെ മിസ്സിങ് ആണ്. ഇനി എന്താ നമുക്ക് അടുത്ത് തന്നിട്ടുള്ളത്? AN എന്നാണ്. AN തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? 3.6. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് കഴിഞ്ഞു നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോമുല എഴുതാം. AN = A + n - 1 × D. ക്ലിയർ? ദെൻ AN നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ അവിടെ എന്തെടുക്കുക? 3.6 കൊടുക്കുക. ഇനി എ എന്ന് പറയുന്നത് ആരാണ്? -8.9. ഇനി പ്ലസ് ഇടുക. n - 1 n എന്ന് പറയുന്നത് നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ n - 1 അങ്ങനെ തന്നെ ഇടാം. ഇനി ആരാ ഉള്ളത്? 2.5 ഇവിടെ ഉണ്ട്. ക്ലിയർ ആയല്ലോ? അതായത് ഡി എന്ന് പറയുന്നത് 2.5 ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഇപ്പുറേക്ക് നമുക്ക് എടുക്കാം. കണ്ടോ? സോ 36 ഇത് ഇപ്പുറേക്ക് വരുമ്പോൾ എന്താ? ഈക്വൽ സൈൻ്റെ ഇപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്ത് വരുമ്പോൾ എത്രയായി? +189. ദെൻ പുട്ട് ദിസ് ഈക്വൽ സൈൻ. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? n - 1 × 2.5. ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ. ഇനി നോക്കിയാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് 3.6ഉം 18.9 എന്നാണ്. ഇവിടെ പോയിന്റ് ഇട്ടില്ല. 18.9 ഇത് രണ്ടും കൂടി എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇത് 22.5 ആയിരിക്കും ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. ക്ലിയർ ആയാലോ അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ 22.5 കിട്ടി. 3.6ഉം 18.9ഉം കൂടി ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 22.5 കിട്ടി. ഈക്വൽ ടു n - 1 × 2.5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇപ്പോഴേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ നോക്കിയേ 2.5 ÷ 2.5 ഈക്വൽ ടു എന്താ കിട്ടുക നമുക്ക്? n - 1 അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് ഇവിടെ നോക്കിയാൽ 22.5 എന്നാണ്. അപ്പോൾ അവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര പ്ലേസാണ് ഉള്ളത്? എന്താ? ഒരു സ്ഥാനമല്ലേ ഉള്ളത്. സോ അതുകൊണ്ട് അവിടെ × 10 ചെയ്യുക. അതേപോലെ തന്നെ താഴെ നോക്കിയാൽ 2.5 ആണ്. സോ 2.5നെ ഡെസിമൽ മാറ്റാനായിട്ട് × 10 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുക എന്ന് നോക്കിയാൽ
2250 ബൈ 250 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇവിടെ നോക്കിയാൽ ഈ പോയിന്റ്, അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഒരു പ്ലേസ് ഉണ്ടോ, പോയിന്റ് എങ്ങനെയാണ് ഒരു പ്ലേസിന് മുന്നേ അല്ലേ, അപ്പോൾ ഇവിടെ ഒരു പ്ലേസിന് മുന്നേ പോയിന്റ് ഇട്ട് കൊടുക്കുക ഉണ്ടോ. സോ ഇതും കട്ടായി പോയല്ലോ. ഇനി 25 ഇതിൽ എത്ര ടൈംസാണ് പോകുന്നത്? 9 ടൈംസ് ഇത് പോകും. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? 9 = n-1 എന്ന് നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 9 എഴുതി ഈ നമ്പറിനെ, ഈ -1 എന്നുള്ള ഈ നമ്പറിനെ നമുക്ക് ഇപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്തെടുക്കണം അല്ലേ. ഈക്വൽ സൈഡിൽ ഇപ്പുറേക്ക് വരുമ്പോൾ അത് എന്തായി? +1 ആയി മാറി. സോ 9 + 1 = n. 9 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. സോ കണ്ടോ, സോ n = എന്താണ്? 10. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ? എന്നല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? 4th ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ അവിടെ എന്താ കിട്ടിയത് നമുക്ക്? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആയിരുന്നു. ക്ലിയർ ആയോ? ഇനി നമുക്കിത് ഇവിടെ ഒരെണ്ണം കൂടെ റിമൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 5th ക്വസ്റ്റ്യൻ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി നമുക്കിവിടെ ചെയ്യാം. കണ്ടോ, 5th ഈ എ എന്ന് പറയുന്നത് 3.5 ആണ്. സോ എ 3.5. ദെൻ എന്താ നമുക്ക് അടുത്ത് തന്നിട്ടുള്ളത്? ഡി ആണ്. ഡി എത്രയാണ് തന്നിട്ടുള്ളത്? 0 ആണ്. പിന്നെ നമുക്ക് എന്താ തന്നത്? n ആണ്. n എന്താ തന്നിരിക്കുന്നത് നോക്കിയേ? 10.5 ആണ് തന്നിട്ടുള്ളത്. ദെൻ 10.5 അല്ല കേട്ടോ, 105 ആണ്. 105 ആണ് തന്നിട്ടുള്ളത്. ദെൻ എന്താണ്? an എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. an എന്ന് പറയുന്നത് എന്താ? ഡാഷ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാമല്ലോ. കണ്ടോ, എ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, ഇതുണ്ട്, an ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ an = a + n-1 × d ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? നമുക്കിവിടെ എന്താ എയുടെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്? 3.5 എഴുതുക. + n-1. n എന്ന് പറഞ്ഞാൽ എന്താണ്? 105 - 1. 105 - 1. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ ഡി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 0 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. കറക്റ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇനിയും 3.5 എഴുതി, പ്ലസ് എഴുതി, 105 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 104 × 0. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3.5 + 104 × 0 മീൻസ് വാട്ട്? 0 തന്നെയല്ലേ. സോ ആൻസർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? 3.5 തന്നെ കിട്ടും. അപ്പം നമുക്ക് n എന്ന് പറയുന്നത് എന്താണ് നമ്മളിവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? എന്തായിരുന്നു? n ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. an കണ്ടോ, കണ്ടെത്താൻ പറയുന്നത് എന്താണ്? an ആയിരുന്നു. ഇവിടെ ഡാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ an എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താണ്? 3.5 ആണ് നമ്മുടെ an എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, an = 3.5. സോ നന്നായിട്ട് പഠിക്കുക. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുക. ദെൻ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഈ കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നാൽ അത് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.